ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം $100 എങ്കിലും നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് റവന്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് വീഡിയോസിലെ ആഡ്സ്, അതുപോലെ തന്നെ ഷോർട്സിലെ ആഡ്സ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എനേബിൾ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോയിൽ കിട്ടുന്ന ആഡ്സിൽ നിന്നാണ് നമുക്ക് റവന്യൂ ഉണ്ടാവുന്നത്. പക്ഷേ അതിനേലും ഇരട്ടി റവന്യൂ നമുക്ക് വേറൊരു ഫീച്ചർ എനേബിൾ ചെയ്താൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഏത് ഫീച്ചറാണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കാണണം കേട്ടോ. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് $100 നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് കമൻറ്റർ ആരാണ്, നമ്മൾ ആരെയാണ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതായത് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്ന് ഞാൻ ബെസ്റ്റ് കമൻറ്ററെ സെലക്ട് ചെയ്തിട്ട് ആ കമൻ്റ് ഇട്ട ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് നോക്കിയിട്ടാണ് ഏതാണ് ബെസ്റ്റ് കമൻ്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. അല്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടി കമൻ്റ് ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഞാനൊരു നല്ല കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അവരുടെ ചാനലാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോയിൽ നിന്ന് ഒരു കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കമൻ്റാണ്, ഏത് ചാനലാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ചാനലും ഇതുപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരു കമൻറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സും കൂടെയും ആ ഒരു ചാനൽ കയറി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു 5-6 ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ആയി വരും. അതിൽ നമുക്ക് ലോങ് വീഡിയോസിൽ ആഡ്സ് വന്നു കഴിഞ്ഞിട്ട് റവന്യൂ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്സിൽ ആഡ് വന്നിട്ട് റവന്യൂ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഡോളറിനേലും ഈ ഒരു നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഫീച്ചർ ഞാൻ എനേബിൾ ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സംഭവം അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സംഭവമൊന്നുമില്ല, നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നമുക്ക് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലും അതുപോലെ തന്നെ ഷോർട്സിലും നമുക്ക് ടാഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് എനേബിൾ ആവുന്നത് കേട്ടോ. അപ്പോൾ അത് ഏത് ഓപ്ഷൻ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ ആവുന്ന ഒരു ഫീച്ചറാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എനേബിൾ ആക്കി കഴിഞ്ഞാൽ 2 ഷോപ്പിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഫ്ലിപ്കാർട്ട്, പിന്നെ രണ്ടാമത്തത് മിന്ത്ര. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സ് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഡിയൻസിന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ടാഗ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസിൽ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മളുടെ ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് അവരത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര % ഓഫ് കമ്മീഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഇത്ര % കമ്മീഷന് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഈ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളുടെ ഓഡിയൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൽ പോയി പക്ഷെ അവർ വേറൊരു സംഭവമാണ് വാങ്ങിയെന്നുണ്ടെങ്കിലും അതിൻ്റെ കമ്മീഷനും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഷോർട്സിൽ നിന്ന് കിട്ടുന്നതിനേലും റവന്യൂ ഈ ഒരു ഷോപ്പിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് നമ്മൾ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലും എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് ടാഗ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പ്രൊഡക്ട്സ് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ഷോപ്പിങ്ങിൽ ടാഗ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വീഡിയോയിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും ടാഗ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എങ്ങനെയാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാന്നുള്ളത് നമുക്ക് സ്ക്രീൻ റെക്കോർഡായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് എനേബിൾ ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ താഴ്ഭാഗത്തായിട്ട് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് എനേബിൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഷോപ്പിംഗ് എന്ന് പറയുന്ന ഫീച്ചറാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മളുടെ ഓരോ വീഡിയോസിലും ഇതുപോലെ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ കണ്ടൻറ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഷോർട്സ് ആണ്, മുകളിലുള്ളതാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസ്. അപ്പോൾ നമുക്കിത് ലോങ് വീഡിയോസിലും ഷോർട്സിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ കാണാമെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ഷോർട്സ് ഞാനൊന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മൾ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. മദേഴ്സ് ഡേ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് മദേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കാർഡ് ഐഡിയ നോക്കാം. ഇത് നമുക്ക് വീട്ടിലുള്ള കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈഡിലായിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഓഡിയൻസ് ക്ലിക്ക് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ ആണെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിൽ വരാം. ഇതുപോലെ തന്നെയാണ് ലോങ് വീഡിയോസിലും നമ്മൾ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ലോങ് വീഡിയോസിൽ നമുക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവാം. അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്സ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഓൾറെഡി പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു പെൻ ഐക്കൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ആയിട്ട് നമുക്ക് ടാഗ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം മുതൽ ഇത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഷോർട്സ് ഞാൻ ഒരു പേപ്പർ കപ്പ് വെച്ചിട്ട് ഒരു മിനി ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ടാഗ് ചെയ്യുന്നത് പേപ്പർ കപ്പാണ്. അപ്പോൾ പേപ്പർ കപ്പ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പേപ്പർ കപ്പ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ വരും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ആദ്യം കാണിക്കുന്ന ഈ ഒരു പേപ്പർ കപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് ഒരെണ്ണം ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ടാഗ്ഡ് പ്രൊഡക്റ്റിൽ നമുക്ക് ഇനിയും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നേ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ കപ്പ് കാണാൻ പറ്റും. ഇനിയും നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ഡണ്ണ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. ഇനി നമ്മൾ യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഷോർട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാഗ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് ഈ ഒരൊറ്റ പേപ്പർ കപ്പ് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
കണ്ടില്ലേ, നമ്മുടെ വീഡിയോ തുടങ്ങി ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുള്ളത് അവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരാട്ടോ. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിന് അത് ക്ലിക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കമ്മീഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലും ഇതുപോലെ എഡിറ്റിൽ പോയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗായ്സ്, നമ്മുടെ എല്ലാ വീഡിയോസിലും പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഇത്ര നാളായിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കിട്ടുന്ന റവന്യൂനേലും കൂടുതലായിട്ട് ഈ ഒരു ഷോപ്പിങ്ങിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഇത് എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയാം. ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കമൻറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ യൂട്യൂബിൻ്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.